ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സുന്ദരിയെക്കുറിച്ചാണ്. ആ സുന്ദരി ആരാന്നറിയാവോ? നമ്മുടെ ഓമന പേരുള്ള ഓമയ്ക്ക എന്ന് വിളിക്കുന്ന പപ്പായ. ആ പപ്പായയുടെ ഗുണങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാം കേൾക്കാൻ റെഡിയല്ലേ? വാ നമുക്ക് നോക്കാം. പപ്പായ കേവലം ഒരു രുചികരമായ ഒരു പഴം മാത്രമല്ല, പിന്നെയോ ആരോഗ്യ ഗുണങ്ങളാൽ നിറഞ്ഞതാണ് ഈ പപ്പായ. അവ വിറ്റാമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ പപ്പായ പതിവായി കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. നമ്മളുടെ മറ്റുള്ള രോഗങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടാതെ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് കെൽപ്പുണ്ടാക്കുന്നതാണ് രോഗപ്രതിരോധ ശേഷി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കയെക്കുറിച്ച്. ആ ചക്കയും ഈ പപ്പായയും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ പപ്പായ നട്ടുവളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. അതിൻ്റെ ഇല, അതിൻ്റെ കായ, അതിൻ്റെ കുരു, അതിൻ്റെ തണ്ട് ഇവയെല്ലാം നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ എല്ലാ രോഗങ്ങളെ അകറ്റി നിർത്താനും ഈ പപ്പായയ്ക്ക് കഴിയും. ഓമന പേരുള്ള ഈ ഓമയ്ക്ക ചർമ്മരോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു മരുന്നാണ്. കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ഉത്തമമായതാണ് ഈ പപ്പായ. പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഈ പപ്പായേ, അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെക്കും. അത്ര ഗുണങ്ങളാണ് ഈ പപ്പായയ്ക്കുള്ളത്. അതുപോലെ ഈ സുന്ദരിക്ക് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും കഴിയും കേട്ടോ. കേട്ടിട്ടില്ലേ, ബ്യൂട്ടി പാർലറിൽ പോയി ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഫേഷ്യൽ ചെയ്യാനും നമ്മൾ ഒരുപാട് പണം മുടക്കാറുണ്ടല്ലേ? എന്തിനീ പണം മുടക്കുന്നു? നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ കപ്പളങ്ങ പോരെ. ഞങ്ങൾ കപ്പളങ്ങ, ഈ പപ്പായ, ഓമയ്ക്ക, കപ്പളങ്ങ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ സുന്ദരി ഫേഷ്യൽ പ്രോഡക്റ്റിന് ഉത്തമമായ ഒരു പ്രോഡക്റ്റാണ്. അറിയാമോ? ബ്യൂട്ടി പാർലറിൽ മിക്ക ബ്യൂട്ടികൾ പണം കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ആ പപ്പായയുടെ ഫേഷ്യൽ പ്രോഡക്റ്റ് ഇല്ലേ, അത് ഈ പപ്പായയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. എന്തിന് വെറുതെ നമ്മൾ പണം കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നു? നേരെ മറിച്ച് നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങൂ. ആ തൊടിയിൽ നിന്ന് ഒരു കപ്പളങ്ങ കുത്തിയെടുത്ത് അത് നമ്മൾ വീട്ടിൽ എടുത്തുകൊണ്ട് വന്ന് അത് നല്ല വൃത്തിയാക്കി കുരുവും കളഞ്ഞ് മിക്സിയിലിട്ട് മുഖത്തിട്ടാലോ, വാ, എത്ര മനോഹരമായ മുഖമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റേ ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ അതിൽ പല പ്രോഡക്റ്റുകളും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കത് അലർജി വരാനും വേറെ മാറാരോഗങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും കടന്നു പോകുന്നത്. നേരെ മറിച്ച് ഈ വീട്ടിലിരിക്കുന്ന നമ്മുടെ സുന്ദരിക്കുട്ടിയെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ അറിയാം നിങ്ങളുടെ മുഖത്തിലുള്ള മാറ്റം. അതുപോലെ തന്നെ ഈ പപ്പായയുടെ ഗുണം വേറൊന്നിൻ്റെ കൂടി ഉണ്ട്. നമ്മുടെ കാൽപാദങ്ങളെ സുന്ദരമാക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്. അതെന്താണെന്നറിയാമോ? ഈ പപ്പായയുടെ കറ എടുത്ത് നമ്മുടെ വിണ്ട് കീറിയ നമ്മുടെ കാൽപാദങ്ങളിൽ തേച്ച് പുരട്ടിയാൽ അവിടെ നമ്മുടെ സുന്ദരമായ കാൽപാദം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുന്നതാണ്. ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഓടിക്കോ, തൊടിയിലേക്ക് പോയി പറിച്ചോണ്ട് വാ, എന്നിട്ട് നമ്മുടെ സുന്ദരമായ കാലുകൾ വീണ്ടെടുത്തോ. ശരിയല്ലേ? തന്നെ കരൾ, ഹൃദയം, എല്ല് എന്നിവയുടെ ആരോഗ്യം ഇത് സംരക്ഷിക്കുന്നു. പതിവായി പപ്പായ കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പപ്പായ എപ്പോൾ കഴിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല അല്ലേ? എങ്കിൽ കേട്ടോളൂ. ഈ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ എപ്പോൾ നമ്മൾ കഴിക്കണം? വെറും വയറ്റിൽ രാവിലെ കഴിക്കണം. എങ്കിൽ മാത്രമേ ഈ പപ്പായയുടെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ശരിയല്ലേ? പപ്പായ മാത്രമല്ല ഗുണങ്ങളുള്ളത്, പപ്പായയുടെ ഇലയ്ക്കും ഗുണങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ?
പപ്പായയുടെ ഇല 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 20 മിനിറ്റ് തിളപ്പിച്ച് ആറിയ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള 2 മരുന്നുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരു മരുന്നാണ് ചക്ക, രണ്ടാമത്തെ മരുന്നാണ് നമ്മുടെ പപ്പായ. കടകളിൽ നിന്നും മേടിക്കുന്ന വിഷരഹിതമായ പഴവർഗ്ഗങ്ങളെക്കാട്ടിലും നമ്മുടെ മുറ്റത്ത് വളരുന്ന ഈ പപ്പായയും ചക്കയുമാണ് നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തമായ 2 രോഗപ്രതിരോധ ശേഷി പഴങ്ങൾ. പപ്പായ ഇലയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പപ്പായ ഇലയ്ക്ക് സാധിക്കും. പപ്പായ ഇലയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പപ്പായ ഇലയ്ക്ക് സാധിക്കും. തന്നെ പപ്പായയുടെ ഇല കൊണ്ട് ഒരു പ്രത്യേക ഗുണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ഇലയാണ് ഇത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പപ്പായയുടെ ഇല തിളപ്പിച്ച വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ട് ക്ലിനിക് ഷാമ്പുവും സോപ്പ് പൊടിയും ഇട്ട് ഈ ഇലയും ഇട്ട് തിളപ്പിച്ച് ബാത്റൂം കഴുകിയാൽ സൂപ്പർ പെർഫെക്റ്റായ ഒരു ക്ലീനായ ബാത്റൂം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്ത് എന്നെ പ്രോത്സാഹനം നൽകണം കേട്ടോ.